എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഒരു പുതിയ ദിവസത്തിലേക്ക് അല്ലെങ്കിൽ ഓരോ പുതിയ ദിവസങ്ങളിലേക്കും നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ ആകാശത്ത് ഗ്രഹങ്ങൾ ഏതൊക്കെ വിധേനയുള്ള മാറ്റങ്ങളാണ് നമ്മൾ മനുഷ്യരിലേക്ക് പ്രഭാവമായി ചെലുത്താൻ പോകുന്നത് എന്നത് അറിയണമെന്ന് എല്ലാവർക്കും ആകാംക്ഷയുണ്ടാകും. അപ്പോൾ നാളത്തെ ദിവസഫലം നോക്കുമ്പോൾ നാളെ ഞായറാഴ്ച ദിവസമാണ്. സൂര്യപ്രഭയോടുകൂടി ഉദിച്ചുയരുന്ന ഒരു സുദിനമാണ് നാളെ. ആദിത്യദേവൻ്റെ അനുഗ്രഹം പൂർണ്ണമായും ഊർജ്ജസ്വലത നിറഞ്ഞ ഒരു പുണ്യ ദിവസമാണ് നാളെ നമുക്ക് വന്നു ചേരാൻ പോകുന്ന ഞായറാഴ്ച. ജ്യോതിഷപരമായി വളരെ നിർണായകമായ മാറ്റങ്ങളാണ് ഓരോ ദിവസവും നമ്മളിലൂടെ കടന്നു പോകുന്നത്, നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അത് ചില നക്ഷത്രക്കാർക്ക് പോസിറ്റീവായിട്ടാകാം, ചില നക്ഷത്രക്കാർക്ക് അല്പം ദുർഘടകമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായും വരും. അപ്പോൾ നാളത്തെ ദിവസത്തിൽ ആകാശത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ ഓരോ പുതിയ പ്രഭാതവും നമ്മുടെ ഒരു ദിവസമായിട്ടല്ല നമ്മൾ കണക്കാക്കേണ്ടത് ശരിക്കും. പിന്നെ എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു വഴിത്തിരിവാകുന്ന ഒരു പുതിയ തുടക്കമായിട്ട് ഓരോ ദിവസത്തെയും കണക്കാക്കാൻ അല്ലെങ്കിൽ കാണാനായിട്ട് നമ്മൾ ശ്രമിക്കണം. കാരണം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഓരോ ലെസൺസ് അല്ലെങ്കിൽ ഓരോ പാഠങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ഏതൊക്കെ ഗ്രഹങ്ങളാണ് മാറ്റത്തിന് ഒരുങ്ങുന്നത്, അല്ലെങ്കിൽ നാളത്തെ ദിവസം നക്ഷത്രം എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് ഈ അധ്യായത്തിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ പ്രധാനമായ പഞ്ചാംഗ ഘടകങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. അപ്പോൾ നാളെ 2026 ജൂലൈ മാസം 26 ഞായറാഴ്ച ദിവസം. നാളെ ഉച്ചയ്ക്ക് 1:58 വരെ ശുക്ലപക്ഷ ദ്വാദശി തിഥിയായിരിക്കും. അപ്പോൾ അതിന് ശേഷമാണ് ത്രയോദശി തിഥിയുടെ ആരംഭം കുറിക്കുന്നത്. ഇനി നാളത്തെ ദിവസത്തിൻ്റെ തുടക്കത്തിൽ, അതായത് രാവിലെ ഒരു 7 മണി കഴിഞ്ഞ് 34 വരെ തൃക്കേട്ട നക്ഷത്രമാണ്. അതിനുശേഷം ആകാശത്ത് മൂലം നക്ഷത്രം ഉദിച്ചു വരും. അത് നാളത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം 10:28 വരെ മൂലം നക്ഷത്രമായിരിക്കും. അപ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ ഭൂരിഭാഗം സമയവും നമ്മൾ മൂലം നക്ഷത്രത്തിൻ്റെ അധീനതയിലായിരിക്കുന്നതാണ്. ഇനി രാത്രി 10:04 വരെ നാളെ ഇന്ദ്രയോഗമുണ്ട്. അതിനുശേഷമാണ് വൈദ്യുതി യോഗത്തിൻ്റെ ആരംഭവുമാകുന്നത്. അങ്ങനെ 2 യോഗങ്ങൾ നാളത്തെ ദിവസം കാണുന്നുണ്ട്. അപ്പോൾ ഈ നക്ഷത്ര മാറ്റത്തിൻ്റെ ആ ഒരു സമയത്തെ നമുക്ക് സന്ധി സമയം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു സമയം രാവിലെ 7:30-നും 8 മണിക്കും ഇടയിലുള്ള സമയം ഏതൊരു പുതിയ കാര്യത്തിനും അല്പം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ്. കാരണം ഈ സന്ധി മാറ്റം അല്ലെങ്കിൽ സന്ധി സമയം അല്ലെങ്കിൽ ഒരു നക്ഷത്രം മാറി അടുത്ത നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അത് അല്പം ഒന്ന് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയം കൂടിയാകുന്നുണ്ട്. ഇനി നമുക്ക് നാളത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലേക്ക് കടക്കാം. അതായത് ആകാശത്ത് ഗ്രഹങ്ങളുടെ വിന്യാസം അല്ലെങ്കിൽ ഈ ഗ്രഹനില എങ്ങനെയാണ് ഭൂമിയിൽ അധിവസിക്കുന്ന നമ്മൾ മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുക എന്ന് നോക്കുമ്പോൾ പഞ്ചാംഗ ഗണന പ്രകാരം നാളെ ചന്ദ്രൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് സംക്രമണം നടത്തുന്ന ദിവസമാണ് നാളെ ഞായറാഴ്ച. അതിലുപരിയായിട്ട് ജ്യോതിഷ ലോകത്തെ വിറപ്പിക്കുന്ന കർമ്മഫലദാതാവും നമ്മളെ അല്പം ഭയപ്പെടുത്തുന്ന ആളുമാണല്ലോ ശനിദേവൻ മീനൻ രാശിയിൽ വക്രഗതിയിൽ സഞ്ചാരം ആരംഭിക്കുന്ന വളരെ ഒരു പ്രധാനപ്പെട്ട ദിവസം കൂടി വന്നു ചേരുന്നുണ്ട്. അതേസമയം വ്യാഴം അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ ഭദ്രമായിരിക്കുന്നുണ്ട്. സൂര്യൻ കർക്കിടക രാശിയിൽ തന്നെയുണ്ട്. ഇനി ഈ ഒരു സങ്കീർണമായ ഗ്രഹവിന്യാസം ഭൂമിയിൽ വലിയ മാറ്റങ്ങൾക്ക് തിരികൊളുത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ശനിയുടെ വക്രഗതി സഞ്ചാരമൊക്കെ ഞാൻ മുന്നേയുള്ള അധ്യായത്തിൽ വീഡിയോ കണ്ടവർക്ക് അത് മനസ്സിലാകും. അപ്പോൾ 137 ദിവസങ്ങളൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടവരുണ്ട്. അതിഭാഗ്യങ്ങൾ അനുഭവിക്കാൻ യോഗം കുറിക്കുന്നവരൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ശനിയുടെ വക്രഗതിയും ചന്ദ്രൻ്റെ രാശിമാറ്റവും ഒക്കെ ചേരുമ്പോൾ മാനസികമായി നമ്മൾ മനുഷ്യരിലേക്ക് വളരെ പെട്ടെന്ന് അല്പം ഭയം അല്ലെങ്കിൽ ഉത്കണ്ഠയൊക്കെ വരാനുള്ള സാധ്യത നാളത്തെ ദിവസം കാണുന്നുണ്ട്. മുൻപേയുള്ള സമയങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ പോലും നാളത്തെ ദിവസം അല്പം ഭയത്തോടെയൊക്കെ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ടെൻഷനൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ഇവിടെ എന്തുകൊണ്ട് ഭയപ്പെടേണ്ട എന്ന് ചോദിച്ചാൽ വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി ഉള്ളത് കൊണ്ട് തന്നെ സത്യസന്ധമായി ജീവിക്കുന്ന വ്യക്തികൾക്ക് വിചാരിക്കാത്ത വഴിയിൽ ഭാഗ്യാനുഭവങ്ങൾ വരികയും സത്യസന്ധമായി ജീവിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ദുരിതങ്ങളോ ദുർഘടങ്ങളോ വന്നാൽ നാളത്തെ ദിവസം വ്യാഴം അതിനെ പൂർണ്ണമായി തള്ളിമാറ്റി നമുക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാകും. പ്രത്യേകിച്ച് ചില നക്ഷത്രക്കാർക്ക് നാളെ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം വളരെയധികം ഉണ്ടാകും. അതായത്
നമ്മൾ എപ്പോഴും പറയുന്നത് കർമ്മഫലദാതാവായ ശനിദേവന് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്യുന്നത്, ഏതൊരുവനാണോ ചെയ്യുന്നത് അത് ശനിദേവൻ അത്ര പിടിക്കുകയില്ല. അപ്പോൾ ആ വ്യക്തി ഒരു പാഠം പഠിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് ചില പ്രയാസകരമായ കാര്യങ്ങളെ എത്തിക്കും. എന്നാൽ ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നല്ലത് ലഭിക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ ദുർഘടമായ അവസ്ഥയെ തരണം ചെയ്യാൻ സത്യത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുക എന്നതാണ് ഈ ഗ്രഹങ്ങൾ ഓരോന്നും നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകമായി നോക്കേണ്ടത്, കഴിഞ്ഞ കുറച്ച് നാളുകളായി ചില നക്ഷത്രക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങളൊന്നും അത്ര ചെറുതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. കടബാധ്യതകൾ കാരണം ബുദ്ധിമുട്ടുന്നവരുണ്ട്, ഉറക്കം വരെ നഷ്ടപ്പെട്ടവരുണ്ട്, എത്ര അധ്വാനിച്ചാലും സാമ്പത്തികമായി ഒരു പുരോഗതിയും ഇല്ലാതെ വലയുന്ന ഒരുപാട് ആളുകളുണ്ട്. കുടുംബത്തിൽ എപ്പോഴും വഴക്ക്, അല്ലെങ്കിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ, സമാധാനക്കേട്, ജോലിസ്ഥലത്ത് കടുത്ത മാനസികമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടതായ അവസ്ഥകൾ, ഇങ്ങനെയുള്ള വലിയൊരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന വിഭാഗം ആളുകൾ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള ആളുകളുള്ള ഈ ഒരു അവസരത്തിൽ നാളത്തെ ദിവസം, അതായത് ഒരു നിമിഷം പോലും മതി ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരാൻ. അപ്പോൾ നാളത്തെ ദിവസം ഈ ഗ്രഹമാറ്റത്തോടെ ദുരിതകാലങ്ങൾക്കൊരു അറുതിയാകുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. അപ്പോൾ ആകാശത്തെ ഗ്രഹവിന്യാസത്തെ നമ്മൾ നിസ്സാരമായി കണക്കാക്കണോ വേണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മൾ പറയാറുണ്ട് നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു, നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, ഇരുളോളം ഇല്ലാതെ പണിയെടുക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനൊരു അടിസ്ഥാനമായി ഗ്രഹവിന്യാസത്തെ നമുക്ക് പറയാം. ഓരോ ദിവസവും നമ്മൾ പോസിറ്റീവായി ഉണരണമെങ്കിൽ നമുക്ക് ഗ്രഹങ്ങളുടെ ആ ഒരു ആനുകൂല്യം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യഫലങ്ങൾ നാളെ അനുഭവത്തിൽ വരുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. അവർ എന്തൊക്കെയാണ് ഇതുവരെ അനുഭവിച്ചത്, നാളത്തെ ദിവസം അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നു ചേരുക എന്നത് വിശദമായി തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാരെക്കുറിച്ച് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 1-2 ആഴ്ചയോട് കൂടി അങ്ങ് വളരെയേറെ സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനു മുൻപ് വളരെ ഭാഗ്യമായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. എന്നാലും ഈ കഴിഞ്ഞ 1-2 ആഴ്ച കൊണ്ട് വളരെയേറെ സാമ്പത്തിക പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ആത്മാർത്ഥമായി കൂടെ നിന്നവർ പോലും പണത്തിൻ്റെ പേരിൽ നിങ്ങളെ അകറ്റി നിർത്തിയിട്ടുള്ള അവസ്ഥ, അതായത് ആരുടെയും മുൻപിൽ കൈനീട്ടാൻ ആഗ്രഹിക്കാത്തവരാണ്. അല്പം ആത്മാഭിമാനം കൂടുതലുള്ള കൂട്ടരെന്ന് നമുക്ക് പറയാം ഭരണി നക്ഷത്രക്കാരെ. കാരണം എന്ത് വിഷമമുണ്ടെങ്കിലും ഉള്ളിൽ തന്നെ ഒതുക്കി വെക്കുന്ന ഒരു പ്രകൃതമുണ്ട്. അപ്പോൾ എന്ത് പ്രയാസം വന്നാലും ആരുടെ മുന്നിൽ കൈനീട്ടാൻ ആഗ്രഹിക്കാത്ത ഈ കൂട്ടർക്ക് പലപ്പോഴും ചിലരുടെ മുന്നിൽ കൈനീട്ടേണ്ടതായ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അവരുടെ സ്വന്തം മനസാക്ഷിയെ പണയപ്പെടുത്തി ഒരുപാട് പ്രയാസത്തിലൂടെയാണ് അങ്ങനെ തന്നെ ഇവർ കൈനീട്ടുന്നത് പോലും. ഇവിടെ അനാവശ്യമായ ചിലവുകൾ, അല്പം കടബാധ്യതകളൊക്കെ വന്നു, അതാണ് മനസ്സിന് ആകെ അസ്വസ്ഥത. കയ്യിൽ അല്പം പോലും പണം ഇല്ലാത്തതായ ഒരു അവസ്ഥയുണ്ട്. ജോലിയിലാണെങ്കിലും കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അംഗീകാരം കിട്ടുന്നില്ല, അതുവഴിയുള്ള മാനസിക വിഷമങ്ങൾ വേറെയും. അങ്ങനെ ഒരുപാട് മാനസിക വിഷമങ്ങളിലൂടെയാണ് ഭരണി നക്ഷത്രക്കാർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ നാളത്തെ ഞായറാഴ്ച ദിവസത്തോടു കൂടി കഷ്ടപ്പാടുകൾക്ക് ഒരു മാറ്റമൊക്കെ വന്നു ചേരും. മാനസികമായിട്ട് അല്പം സ്ട്രെങ്ത് അല്ലെങ്കിൽ ശക്തി ഉണ്ടാകുന്ന സമയമാണ്. കാരണം ഭാഗ്യത്തിൻ്റെ പിന്തുണ നാളത്തെ ദിവസം നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട്. തടസ്സപ്പെട്ട് കിടന്ന ധനാഗമ മാർഗങ്ങളൊക്കെ തുറക്കപ്പെടാനും വായ്പകൾക്കോ അല്ലെങ്കിൽ സാമ്പത്തിക സഹായങ്ങൾക്കോ ശ്രമിക്കുന്നവരാണെങ്കിൽ നാളെ അനുകൂലമായ ചില മറുപടികളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഈ ഒരു നാളത്തെ ദിവസം നിങ്ങൾക്ക് മനസ്സിൻ്റെ ഭാരങ്ങളെ പൂർണ്ണമാക്കി ഇറക്കി വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന് ഞാൻ അങ്ങനെ പറയുന്നില്ല, പൂർണ്ണത എന്ന് പറയുന്നില്ല. പക്ഷേ ഭാഗികമായിട്ട് മനസ്സമാധാനം ഉണ്ടാകുന്ന കുറച്ച് പണമൊക്കെ കയ്യിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന സൂചന ലഭിക്കുന്ന ഒരു ദിവസം തന്നെയായിരിക്കും. രണ്ടാമത് മകീര നക്ഷത്രമാണ്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കർമ്മവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അതാണല്ലോ നിങ്ങളുടെ കർമ്മവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അല്പം തിരിച്ചടികൾ തന്നെയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. പങ്കാളിയിൽ നിന്ന് അല്പം വഞ്ചനകൾ. പങ്കാളി എന്ന് ഒരു വിവാഹം കഴിച്ച വ്യക്തി എന്ന് മാത്രമല്ല, നമ്മൾ ബിസിനസ്സിൽ പങ്കാളി ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെയും വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഉദ്ദേശിക്കാം. അങ്ങനെ ചില ചതിവുകളൊക്കെ പറ്റിയിട്ട് രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അല്പം ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. സമാധാനത്തോടു കൂടി ഒന്നിരിക്കാനോ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പോലും പറ്റാത്തതായ ചില പ്രയാസങ്ങൾ. കുടുംബത്തിലാണെങ്കിലും ചെറിയ കാര്യങ്ങളുടെ പേരിൽ വലിയ തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതായ ഒരു അവസ്ഥ. എന്നാൽ നാളെ ഗ്രഹമാറ്റം വലിയ ആശ്വാസം തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. തൊഴിൽ രംഗത്തൊക്കെ ആഗ്രഹിച്ച മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും നിലവിലുള്ള ബിസിനസ് മേന്മയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒരു വഴിത്തിരിവിൻ്റെ, ഇതുവരെയുള്ള ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതായ ലോസിനെ തരണം ചെയ്യാനുള്ളൊരു ഗ്രോത്ത് ഉണ്ടാകുന്ന ദിവസമായിരിക്കും. കുടുംബത്തിൽ നിലനിൽക്കുന്നതായ തർക്കങ്ങൾ അവസാനിക്കുകയും നഷ്ടപ്പെട്ട സമാധാനം തിരിച്ചു വന്നു ചേരുകയും ചെയ്യുന്ന സമയവും ദിവസവുമാണ് നാളെ മുതൽ തുടങ്ങുവാൻ പോകുന്നത്.
മൂന്നാമതായി ആയില്യം നക്ഷത്രമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ശാരീരികമായ ഒരു തളർച്ചയൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ആയില്യം നക്ഷത്രക്കാർ. ശത്രുക്കളുടെ ശല്യമുണ്ട്, അസൂയക്കാരുടെ കണ്ണീറ് കാരണമൊക്കെയാണ് മാനസികമായിട്ട് കടുത്ത ഭയമൊക്കെ നിങ്ങളുടെ മനസ്സിനെ ഇപ്പോൾ വേട്ടയാടുന്നുണ്ട്. പൊതുവേ ആയില്യം നക്ഷത്രക്കാർ നല്ല ധൈര്യമുള്ള കൂട്ടത്തിലാണ്. പക്ഷേ ഈ ഇടയായിട്ട് അല്പം ഭയമൊക്കെ നിങ്ങളുടെ മനസ്സിനെ വേട്ടയാടുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി എത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും തിരിച്ച് കുറ്റപ്പെടുത്തലുകൾ മാത്രം ലഭിക്കുന്നതായ ഒരു സമയമായിരുന്നു. എന്നാൽ നാളെ ചന്ദ്രൻ ധനുരാശിയിലേക്ക് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് തൽക്കാലം ഒരു കുറവൊക്കെ ഉണ്ടാകാനും ശത്രുദോഷങ്ങളൊക്കെ അകന്നു മാറാനുമുള്ള സമയമാണ്. നിങ്ങളെ തെറ്റിദ്ധരിച്ചിരുന്നവരുണ്ടല്ലോ, അവരൊക്കെ നിങ്ങളുടെ അരികിലേക്ക് തിരിച്ചു വരാനും തെറ്റ് തിരുത്താനുമൊക്കെയുള്ള സാധ്യത നാളത്തെ ദിവസവും തുടർന്നുള്ള സമയങ്ങളും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. പൂർണ്ണമായി നോക്കുമ്പോൾ സാമ്പത്തികമായ പ്രശ്നങ്ങളല്ല ഇപ്പോൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ ചില മാനസിക വിഷമങ്ങളാണ്, ശരിയല്ലേ? അപ്പോൾ അതിനൊരു ഉന്മേഷം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഉന്മേഷം തിരിച്ചു കിട്ടുന്ന ദിവസം തന്നെയായിരിക്കും നാളെ ഞായറാഴ്ച. അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്രക്കാരെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഭൂമി സംബന്ധമായ കാര്യങ്ങൾ, അതല്ലെങ്കിൽ വീട് പണിയുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പണം കയ്യിലുണ്ടെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങാത്ത ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട്. സന്താനങ്ങളുടെ കാര്യത്തിലും വേണ്ടപ്പെട്ട ചില പ്രിയപ്പെട്ടവരുടെ ആരോഗ്യകാര്യത്തിലേക്ക് അതിനെക്കുറിച്ചുള്ള ഒരു വലിയ ടെൻഷൻ നിങ്ങളുടെ അല്ലെങ്കിൽ ആശങ്ക നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം ഈ നക്ഷത്രത്തിലുള്ള ആളുകൾക്ക്, അതായത് പൂരം നക്ഷത്രത്തിലുള്ളവർ വലിയ അധികം മാനസിക പ്രയാസങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നാളെ സൂര്യഭഗവാന്റെ പ്രത്യേക ഒരു അനുഗ്രഹം പൂരം നക്ഷത്രക്കാർക്കുണ്ടാകുന്നതിനാൽ തന്നെ തടസ്സപ്പെട്ട് കിടന്ന വീടുപണി അല്ലെങ്കിൽ വസ്തു ഇടപാടുകളൊക്കെ നാളത്തെ ദിവസത്തിൽ വേഗതയിലേക്ക് എത്തിച്ചേരാനുള്ളൊരു സാധ്യതയുണ്ട്. കുട്ടികളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ കുട്ടികളെ ഓർത്തുള്ള അവരുടെ പഠന കാര്യങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ വിവാഹ കാര്യങ്ങളിലോ അവരുടെ ജോലി കാര്യങ്ങളിലോ ഒരു മാതാവ് അല്ലെങ്കിൽ പിതാവ് എന്ന നിലയിൽ നിങ്ങളെ വലിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ മാറി ശുഭകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും പൂരം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിനം. അടുത്ത നക്ഷത്രം ചോതിയാണ്. ചോദ്യ നക്ഷത്രക്കാർ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നിയമപരമായ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ കോടതി കാര്യങ്ങളിലോ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടാകും. ഭൂമിയുമായി ബന്ധപ്പെട്ട കേസുകൾ കാണും, വിവാഹവുമായി ബന്ധപ്പെട്ട പല വിധത്തിലുള്ള ചെറിയ ചില കേസുകളുമായി ബന്ധപ്പെട്ട് കോടതി പോകേണ്ടതായ അവസ്ഥകളിലൂടെ അല്ലെങ്കിൽ അങ്ങനെ മാനസികമായും സാമ്പത്തികമായും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ട് കിട്ടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അനാവശ്യ അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നവർക്ക് സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയ അന്തസ്സ് തിരിച്ച് കിട്ടുന്നതായ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് കോട്ടം തട്ടിയ അന്തസ്സ് തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളൊക്കെ നാളെ വന്നു ചേരും. കടുത്ത ഏകാന്തതയും നിരാശയുമാണ് ഇപ്പോൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയ്ക്ക് നാളത്തെ ദിവസം ഒരു മാറ്റം വന്നു ചേരും. തീർച്ചയായും നിയമപരമായിട്ട് തർക്കങ്ങൾക്കൊക്കെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാനും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ നിങ്ങളുടെ മാനം അല്ലെങ്കിൽ അന്തസ്സ് എന്നിവയൊക്കെ തിരിച്ചു വരാൻ, അതായത് തെറ്റ് ചെയ്തിട്ടില്ലാത്ത നിങ്ങൾ പഴി കേൾക്കേണ്ടതായി വന്ന അവസ്ഥയ്ക്ക് ഇവിടെ മാറ്റമുണ്ടാകുമെന്ന് സമൂഹത്തിലും വലിയൊരു സ്ഥാനവും ആദരവും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് നാളെ വന്നു ചേരാനായി പോകുന്നത്. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് കടുത്ത മാനസിക സംഘർഷങ്ങളിലൂടെ അല്പം അലച്ചിലൂടെയൊക്കെ ആയിരുന്നു കടന്നു പോകേണ്ടി വന്നിട്ടുള്ളത്. എന്നാൽ നാളെ രാവിലത്തെ സമയം വളരെയും ഇതിൻ്റെ ചെറിയ പ്രഭാവം ഉണ്ടായോ എങ്കിൽ പോലും നാളെ പ്രഭാതത്തിന് ശേഷം ആ പ്രഭാവമൊക്കെ മാറി ഒരു മാറ്റം, ഒരു ഊർജ്ജമൊക്കെ ഉണ്ടാകും. എടുത്ത തീരുമാനങ്ങളൊക്കെ തെറ്റിപ്പോകുന്നതായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഈ കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ എടുക്കുന്നതെല്ലാം നല്ല രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു അല്ലെങ്കിൽ ശരിയായി മാറിയിരുന്നു. പക്ഷേ ഈ ഇടയായിട്ട് എന്ത് ചെയ്താലും അതൊക്കെ തെറ്റായി തനിക്ക് തന്നെ തലയ്ക്ക് മീതെ വാളായി വന്നു നിൽക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ദാമ്പത്യ ജീവിതത്തിലാകട്ടെ പങ്കാളിയുമായിട്ടൊക്കെ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നാളെ രാവിലെ ഒരു 7:34 ശേഷമുള്ള സമയം മൂലം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി തലവരയ്ക്ക് ഒരു മാറ്റമൊക്കെ ഉണ്ടാകും. മനസ്സിൻ്റെ ഭയമൊക്കെ മാറും. കൃത്യമായ തീരുമാനങ്ങൾ പഴയതിനേക്കാളേറെ ഉത്തമമായിട്ട് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പങ്കാളിയുമായിട്ട് നിലവിലുള്ള പിണക്കങ്ങളൊക്കെ മാറി സ്നേഹത്തിലാകും. അപ്രതീക്ഷിതമായൊരു യാത്രയ്ക്കുള്ള അവസരമൊക്കെ വന്നു ചേരാൻ പങ്കാളിയോടൊപ്പം തന്നെ അപ്രതീക്ഷിത ഒരു യാത്രയ്ക്കുള്ള അവസരമൊക്കെ ഒരുക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നഷ്ടപ്പെട്ടു പോയ സ്നേഹം, നഷ്ടപ്പെട്ടു പോയ അന്തസ്സ് ഇതൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട് ഗ്രഹങ്ങൾ അനുകൂലമാകുന്ന ഒരു ദിവസം തന്നെയാണ് നാളെ വന്നു ചേരാൻ പോകുന്നത്.
അടുത്തത് പൂരാട നക്ഷത്രമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി വിദേശയാത്രയ്ക്കോ അല്ലെങ്കിൽ ഉയർന്ന പഠനത്തിനോ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ, അതായത് വിസ തടസ്സങ്ങൾ, വലിയ തുകകൾ നഷ്ടപ്പെട്ട അവസ്ഥ, ദുരിതങ്ങൾ അങ്ങനെ അനുഭവിച്ച് പലവിധ ബുദ്ധിമുട്ടുകളിലൂടെ, അതായത് ഭാഗ്യം തൊട്ട് മുന്നിൽ വന്ന് നിന്നിട്ട് കൈവിട്ടു പോകുന്നൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പൂരാട നക്ഷത്രക്കാരായ നിങ്ങൾക്ക് നാളത്തെ ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഗ്യദേവതയുടെ പൂർണ്ണ പിന്തുണ കടാക്ഷം കൂടെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നാളെ വിവാഹവുമായി ബന്ധപ്പെട്ട പെണ്ണ് കാണൽ ചടങ്ങൊക്കെ നടത്താൻ പോകുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് അനുകൂലമായ ഫലം തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ വിദേശ ജോലിക്ക് അല്ലെങ്കിൽ വിസയ്ക്ക് കാത്തിരിക്കുന്നവരാണെങ്കിലും അനുകൂലമായ ഫലം വന്നു ചേരുന്നു. പൊതുവേ നാളത്തെ ദിവസം നിങ്ങൾക്ക് ശുഭഫലം തന്നെയായിരിക്കും. ആഗ്രഹിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് വളരെ വേഗത്തിൽ നാളെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സമയമാണ്. നമ്മൾ എത്രയൊക്കെ 100% എഫേർട്ട് എടുത്താലും ഗ്രഹങ്ങൾ കൂടി അനുകൂലമായാൽ മാത്രമേ അത് നമുക്ക് പൂർണ്ണമായ ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിക്കൂ. അല്ലാതെ നമ്മൾ തലകുത്തി മറിഞ്ഞു എന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. അത് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പൂർണ്ണമായി എഫേർട്ട് എടുത്തിട്ടും ഭാഗ്യം അനുകൂലമായി വരാതിരിക്കുന്ന പക്ഷം നമ്മൾ സ്വയമേവ നമ്മളെ പഴിക്കാതിരിക്കാൻ കൂടി ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ സ്വയമേ ഭാഗ്യമില്ലാത്തവൻ ദിനം പ്രതി പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിലും ഭാഗ്യക്കേട് ദിനം പ്രതി വന്നുകൊണ്ടേയിരിക്കും. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് ചതയം നക്ഷത്രമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ വിശ്വസ്തരിൽ നിന്നോ മനസ്സിനേറ്റ വലിയൊരു വഞ്ചന നിങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ട്. അത് പണവുമായി ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ ആരോടും പറയരുതെന്ന് പറയുന്ന രഹസ്യം അത് കേട്ട ആൾ പരസ്യമാക്കിയതാകാം. അങ്ങനെ ഒരു വഞ്ചനയുടെ ഒരു അല്പം പ്രയാസങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ പണം കടം കൊടുത്തിട്ടും ഒരാൾ തിരിച്ചു തരാത്തതായ ഒരു അവസ്ഥ, ബാധ്യത ഇതൊക്കെയുണ്ട്. രാത്രികാലങ്ങളിൽ അങ്ങോട്ട് ഉറക്കം കിട്ടാത്തതായ ഒരു അവസ്ഥയിലൂടെയും ഇപ്പോൾ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ശനിയുടെ വക്രഗതി ചതയ നക്ഷത്രക്കാർക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് വരുന്നു എന്നതാണ് പ്രധാനമായി പറയേണ്ടത്. അപ്പോൾ 137 ദിവസങ്ങൾ വളരെയധികം ഭാഗ്യദായകമാണ്. ശനിദേവൻ നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തികളുടെ കണക്ക് നോക്കാൻ പോവുകയാണ്. അതിനനുസരിച്ചുള്ള ശുഭഫലങ്ങൾ നിങ്ങളിലേക്ക് നൽകുന്നുണ്ട്. ശത്രുക്കളെ തന്ത്രങ്ങൾ എന്തുണ്ടെങ്കിലും അത് ബുദ്ധിപൂർവ്വമൊക്കെ നിങ്ങൾക്ക് പരാജയപ്പെടുത്താനായിട്ട് ശനിദേവൻ്റെ അനുഗ്രഹം കൂടി നിങ്ങൾക്ക് കാവലായിട്ടുണ്ടാകും. മനസ്സിൻ്റെ ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ച് സമാധാനത്തോടു കൂടി ജീവിക്കാനായിട്ടുള്ള സമയമാണ് നാളെ മുതൽ നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരാനായി പോകുന്നത്. അടുത്ത നക്ഷത്രം രേവതിയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി സ്ഥാനചലനങ്ങളോ അല്ലെങ്കിൽ അനാവശ്യ സ്ഥലം മാറ്റങ്ങളോ കാരണം ബുദ്ധിമുട്ടുകയായിരുന്ന രേവതി നക്ഷത്രക്കാർക്ക് സ്വന്തം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നുമൊക്കെ മാറി നിൽക്കേണ്ടി വന്നതിൻ്റെ സങ്കടമാണ് നിങ്ങളെ ഒരുപാട് പ്രയാസപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം കഠിനമായി അധ്വാനിച്ചാലും അതിനുള്ള ഫലം മറ്റുള്ളവർ കൊണ്ടുപോകുന്നൊരവസ്ഥ കൂടിയായപ്പോൾ എല്ലാം പൂർണ്ണമായി അങ്ങനെ മാനസികമായി ഒരുപാട് തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നാളെ ഗ്രഹവിന്യാസം രേവതി നക്ഷത്രക്കാർക്ക് സ്വന്തം നാട്ടിൽ തിരിച്ചു വരാനോ അതല്ലെങ്കിൽ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഒരു സ്ഥാനമാറ്റം ലഭിക്കാനോ ഒക്കെയുള്ള അവസരങ്ങൾ നാളത്തെ ദിവസം തുടങ്ങി വയ്ക്കുക. അപ്പോൾ നാളത്തെ ദിവസം മുതൽ തുടർന്നുള്ള സമയങ്ങൾ അനുകൂലമായിട്ടുണ്ട്. അധ്വാനത്തിൻ്റെ പൂർണ്ണ ഫലം വന്നു ചേരാനും തൊഴിൽ മേഖലയിൽ വലിയ പ്രശംസ, ശമ്പള വർധനമൊക്കെ നാളത്തെ ദിവസത്തിൽ ലഭിക്കാനും ഈ അടിസ്ഥാന ഗ്രഹമാറ്റങ്ങളുടെ ഫലമായിട്ട് നാളെ നിങ്ങൾക്ക് വന്നു ചേരും. അപ്പോൾ നാളത്തെ ദിവസം പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ടതാണ്. നാളെ വളരെയധികം മാറ്റങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. എടുത്തു ചാടി തീരുമാനങ്ങളിൽ എത്തുക എന്നത് നിങ്ങൾക്ക് ഒരു നക്ഷത്രപരമായി നോക്കുമ്പോൾ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അതായത് ഏതെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ മുന്നും പിന്നെയും ചിന്തിക്കാതെ അതൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്ന ഒരു സ്വഭാവം, പ്രത്യേകിച്ച് കർമ്മവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു ജോലി നോക്കിയിട്ട് അതിൽ ശമ്പളക്കുറവുണ്ട് എന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞല്ല നിൽക്കേണ്ടത്. ഇപ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്ന സമയത്ത് ശമ്പള വർധനവിനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ, നാളെ മുതലുള്ള സമയം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുകയാണ്. മുൻപേ ഉള്ള സമയങ്ങളിൽ അനുഭവിച്ച പ്രയാസങ്ങളെ വെച്ച് ഇനി വരാൻ പോകുന്ന സമയങ്ങളെ കൂടി തുലനം ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ജ്യോതിഷം എന്നത് നമുക്ക് മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി തരാനുള്ളൊരു ശാസ്ത്രമാണ്. ഗ്രഹങ്ങൾ വഴി കാണിക്കുമ്പോൾ നമ്മൾ ആ പ്രാർത്ഥനയോടുകൂടിയും നമ്മുടെ ആത്മവിശ്വാസത്തോടു കൂടിയും കടമകൾ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഏവരും ശ്രമിക്കേണ്ടത്. അപ്പോൾ നാളെ ഞായറാഴ്ചയാണ്. അപ്പോൾ നാളെ സൂര്യഭഗവാന്റെ പ്രഭാവം ശക്തമായിട്ട് ഭൂമിയിൽ വന്നു ചേരുന്ന ദിവസമാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ സൂര്യഭഗവാനെ വണങ്ങുന്നത് ഏവർക്കും ഗുണം ചെയ്യും. ഒരാൾക്കെന്നല്ല, നമുക്കിടെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് പ്രകാശം തരുന്ന ഭഗവാൻ സൂര്യനെ വണങ്ങിയാൽ അതേ ഉജ്ജ്വലതയോടുകൂടി അല്ലെങ്കിൽ പ്രകാശത്തോടു കൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, നമ്മുടെ പൂർവികരൊക്കെ രാവിലെ ഉണരുമ്പോൾ തന്നെ ഭഗവാൻ ആദിത്യനെ വണങ്ങിയാണ് ഒരു ദിവസം തന്നെ തുടങ്ങുന്നത്. നമ്മൾ പക്ഷേ ഭഗവാൻ ആദിത്യന് അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടുമിക്ക ആളുകളും ഭഗവാൻ ആദിത്യനെ മൈൻഡ് പോലും ചിലപ്പോൾ ചെയ്യാറില്ല. പക്ഷേ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ,
ഭഗവാൻ ആദിത്യനെ പ്രാർത്ഥിച്ചുകൊണ്ടൊന്ന് ഓരോ ദിവസവും തുടങ്ങി നോക്കി എത്രത്തോളം ഊർജ്ജമായിരിക്കും നമ്മളിലേക്ക് വന്നു ചേരുക എന്ന് നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് നാളെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരത്ത് അടുത്ത ക്ഷേത്രങ്ങളിലേക്ക് ദർശനം നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. കൂടാതെ ദർശനം നടത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ പ്രാർത്ഥനാമുറിയുണ്ടെങ്കിൽ, പൂജാമുറിയുണ്ടെങ്കിൽ അവിടെ ഒരു നെയ്ത്തിരി കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും അധികം ഉത്തമമായിരിക്കും. ആഴ്ചയിൽ ഒരിക്കൽ, അതായത് ഞായറാഴ്ച എങ്കിലും ക്ഷേത്രദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. നമ്മുടെ ശരീരത്തിലുള്ളതായ എല്ലാ നെഗറ്റീവ് ഊർജ്ജങ്ങളെയും മാറ്റി നമുക്കൊന്ന് ഫ്രഷപ്പ് ആവുന്നതിന് ഓരോ ക്ഷേത്രദർശനവും നമ്മളെ സഹായിക്കും. അപ്പോൾ ദിവസവും പോകുന്നതാണെങ്കിൽ ഏറ്റവും ഉത്തമം. പക്ഷേ അടുത്തുള്ള ക്ഷേത്രമാണെങ്കിലേ നമുക്ക് ദിവസം പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ക്ഷേത്ര ദർശനത്തിനായി മാറ്റി വയ്ക്കണം എന്നാണ് ആത്മീയ ഗ്രന്ഥങ്ങൾ തന്നെ പറയുന്നത്. അതും രാവിലെ പോകുന്നതായിരിക്കും ഏറ്റവും അധികം ഉത്തമം. കാരണം ആ ഒരു ദിവസത്തിൻ്റെ ഊർജ്ജം പൂർണ്ണമായി കിട്ടാൻ രാവിലത്തെ ക്ഷേത്ര ദർശനത്തിന് വളരെയധികം സഹായകമാവുകയും ചെയ്യും. അപ്പോൾ രാവിലെ ആകട്ടെ വൈകിട്ടാകട്ടെ അത് ഓരോ വ്യക്തികളുടെ സൗകര്യാർത്ഥം. അപ്പോൾ നാളത്തെ ദിവസം ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. ഇതുവരെ ഉണ്ടായ, അതായത് ഇന്ന് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, നിങ്ങൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്നീ ദിവസവും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് മറന്നേക്കുക. നാളെ മുതലുള്ള അല്ലെങ്കിൽ നാളത്തെ ദിവസം പൂർണ്ണമായി നിങ്ങളിലേക്ക് ഗുണകരമായ ഫലങ്ങളൊക്കെ വന്നു ചേരുമെന്ന വിശ്വാസത്തോടു കൂടി ഭഗവാൻ സൂര്യനെ പ്രാർത്ഥിച്ചുകൊണ്ട് നാളത്തെ ദിവസം തുടങ്ങാനായിട്ട് ഏവരും ശ്രമിക്കുക. ഏവരുടെയും ജീവിതത്തിൽ മംഗളകരമായ ഫലങ്ങൾ നാളെയും തുടർന്നുള്ള സമയങ്ങളിലുമൊക്കെ വന്നു ചേരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എനിക്കും നിങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ എത്തിക്കാനുള്ള ഒരു അറിവും എല്ലാം ദൈവവും തരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മറ്റൊരു അധ്യായവുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.